മമ്മി എന്ത് ചെയ്യുന്നത്? കുറച്ച് ചക്കയുണ്ട്, അത് നിനക്കും പൂക്കുമോനും വറുത്തു തരാൻ വേണ്ടിട്ട് വന്നു തരിക. പിന്നെ വൈകിട്ട് ചക്ക ചിപ്സ് ആണോ? വാവ്, അടിപൊളി. കുറെ നാളെ കഴിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണേ. നമുക്ക് ചക്ക നമ്മുടെ സ്നേഹിതര് തരുന്നതാണ് കേട്ടോ. ഗൈസ്, നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാം മമ്മിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ മമ്മിയുടെ ചാനൽ ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? 1000. അതെ, 1000, 1K എന്ന് പറയാം. അതെ അതെ, 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മമ്മിയുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കാണുക. അഗേപ്പേ ബൈ ലിസി മനോജ് എന്നാണ് ചാനൽ പേര്. അതുപോലെ കുറെ ടിപ്പുകൾ പറയുന്നുണ്ട്, കിച്ചൺ ടിപ്പൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം എന്റെ ചാനൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും സബ് ചെയ്യാൻ മറക്കല്ലേ. മമ്മി അപ്പൊ പോയിട്ട് വരട്ടെ. ഡാഡി വന്നോ? ഡാഡി ഇവിടെ നിന്ന് വെളി നിൽക്കുമായിരുന്നു. പച്ച ഇങ്ങെടുത്ത് കഴിക്കുവാന്നോ? അപ്പൊ രണ്ടുപേരുടെ പരിപാടിയൊക്കെ കാണട്ടെ. ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഓ, പട്ടി സാർ, അവിടുത്തെ പട്ടിയാണ് ഗൈസ്. മോനെ, നമ്മൾ സൂമുമായിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ഗൈസ്, അപ്പം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കാണിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കുറച്ച് ആന്റിബയോട്ടിക് ഒക്കെ തന്ന് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇനി ഇവിടെ ഒരു അടിപൊളി സർബത്ത് കടയുണ്ട്. എനിക്കിപ്പോൾ കുടിക്കാൻ പറ്റത്തില്ല പനിയെ കൊണ്ട്. അടിപൊളിയാണ് ഇവിടെ. അതുമല്ല ഗൈസ്, ചെറിയ മഴ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെളിയിൽ മഴയൊക്കെ ആയി. ഓക്കെ, ഇങ്ങോട്ടേക്കട്ടെ. ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കണ്ടില്ലേ, നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും പറക്കി ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലായി കാണും, ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ കുറെ നാളെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട്. അപ്പൊ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മുടെ സബ്ട്രോണിക്സിന്റെ പ്രൊജക്ടർ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു റിവ്യൂ എടുത്തായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പ്രൊജക്ടർ ക്ലീൻ ചെയ്തപ്പോ അപ്പൊ എനിക്ക് തോന്നിയത് ഇവിടുത്തെ സ്റ്റുഡിയോ സെറ്റപ്പും കൂടി ഒന്ന് ശരിയാക്കാന്ന്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ലാപ്ടോപ്പും അതിന്റെ കാര്യങ്ങളൊക്കെ ഊരി മാറ്റി ടേബിളൊക്കെ സെറ്റ് ആക്കിയിട്ട് അതിന് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, അവിടെ ആക്ഷൻ ട്യൂഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. യോ ഗൈസ്, പിന്നെ എന്റെ ഉടുപ്പ് കണ്ടോ? നമ്മുടെ റൂം ഫുള്ള് ഒരു റെഡ് ബ്ലാക്ക് തീമാണ്. നമ്മുടെ ഈ റൂമിന്റെ തീം അനുസരിച്ചാണ് ഞാൻ ഇപ്പൊ റെഡ് ഷർട്ട് ഇട്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എണീക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ പോയി ഡോക്ടറെ കണ്ടിട്ട് വന്നു. അപ്പൊ വെളിയിൽ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പൊ മഴയുടെ സൗണ്ട് കുറച്ച് കാണും. ഒരു നാച്ചുറൽ വൈബിൽ ഇന്ന് ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ എന്റെ റൂമിന് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ ടേബിളിൽ ഇരുന്ന നമ്മുടെ ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ആണിത്. നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമില്ല, ചെറിയ സംഭവമാണ്. നമ്മുടെ ടേബിളിൽ ഇപ്പൊ ലാപ്ടോപ്പ് മാത്രമാണ് ഇരിക്കുന്നത്. ബാക്കി ഇവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം കട്ടിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലാപ്ടോപ്പും കൂടി അവിടെ എടുത്ത് വെക്കാനുള്ളത്. മോണിറ്ററൊന്നും ഇല്ല, വെറും ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി ഇതും കൂടി എടുത്ത് മാറ്റിയാൽ മതി. ലാപ്ടോപ്പ് പൊക്കി വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ലാപ്ടോപ്പും വെക്കാം, പിന്നെ ഇവിടെ ഫോണും വെക്കാം. ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, പൊടിയൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പൊടിയടിച്ച് ശരിയാക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക. നമ്മുടെ ഇത് ഹോം തിയേറ്ററും കൂടിയാണ്. ഹോം തിയേറ്ററും പക്ഷെ നമ്മളിപ്പോൾ ഹോം തിയേറ്ററിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, സ്റ്റുഡിയോയിലാണ്. യോ ഗൈസ്, അപ്പോ ഞാൻ ഇനി ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതായിരിക്കുന്ന സാധനമാണ്, ഒരു കൊച്ചു ബോക്സ് ആണ്. എന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും കാണിക്കുകയാണെങ്കിൽ ഇതൊരു പോർട്ടബിൾ പാർട്ടി ആണ്. ഓക്കെ, എനിക്ക് സൗണ്ട് എടുക്കാൻ കുറച്ച് ഇതുണ്ട്, എന്നാലും ഞാൻ സൗണ്ട് എടുത്തതിന് വേണ്ടി വീഡിയോ ചെയ്യാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു മൂഡ് വന്നപ്പോൾ ഒറ്റ മൈൻഡിൽ ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇത് സബ്ട്രോണിക്സ് ബ്രാൻഡ് വരുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ വീട്ടിൽ കൂടുതൽ സബ്ട്രോണിക്സിന്റെ ബ്രാൻഡുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. കാരണം അവരുടെ സ്പീക്കറും അവരുടെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഒക്കെയാണ്. സൗണ്ട് കേട്ടോ ഗൈസ്, ഇത് ചുമ്മാ ഇരിക്കുമല്ല, ഞാൻ RGB ലൈറ്റ് ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇതിൽ ലൈറ്റ് കത്തുന്നില്ല, ഇതിൽ ലൈറ്റ് കത്തും. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. ഇവിടെ എന്റെ ഹാർഡ് ഡിസ്ക് ഇരിപ്പുണ്ട്. ഇതൊരു 1 TB ഹാർഡ് ഡിസ്ക് ആണ്. ഇത് ഒരു ഫ്ലവർ ബേസ് ആണ് ഗൈസ്. ഇത് ഞങ്ങളൊരു സ്ഥലത്ത് പാട്ട് പാടിയപ്പോ ഒരു ഗിഫ്റ്റ് തന്നതാണ് ഇത്. പിന്നെ മൗസ് ഇരിപ്പുണ്ട്, നമ്മുടെ പഴയ കീബോർഡ് ഇരിപ്പുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ കീബോർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്റെ പേഴ്സ് ഇരിക്കുന്നു, ലാപ്ടോപ്പിന്റെ ചാർജർ, പിന്നെ മൗസ് പാഡ് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ വൺ ആൻഡ് ഓൺലി സൗണ്ട് ബാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന്റെ വീഡിയോ ഒരു ലെജൻഡറി വീഡിയോ ആണ്. ഇതിന്റെ നമ്മള് പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതിന്റെ വീഡിയോ, 1,00,000 വ്യൂസ് ഒക്കെ കിട്ടിയതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സബ്ട്രോണിക്സിന്റെ ജൂക്ക് ബാർ പ്രോ ഡോൾബി അറ്റ്മോസ്. ഇതല്ല എന്റെ പേര്, ഞാൻ മറന്നുപോയി. കാരണം ഇമാരുടെയൊക്കെ പേര് ഭയങ്കര വലിയതാണ് ഗൈസ്. ഇതിന്റെ ഒരു ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ ആയിരുന്നു ഗൈസ്. ഈ റൂമിൽ എന്റെ ഫേവറേറ്റ് ഒരു പ്രോഡക്റ്റ് ആണ് ഇത്, ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ. കാരണം ഇതൊന്ന് വാങ്ങിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. പക്ഷേ ഇത് എപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷെ ഇതിന്റെ ഒപ്റ്റിക്കൽ കേബിളും പിന്നെ HDMI ARC ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ അടിച്ചുപോയി. ഞങ്ങളൊരു ദിവസം അവതാർ ഇട്ടിനകത്ത് കണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ സൗണ്ട് എന്തോ സാധനം അടിച്ചുപോയി, പിന്നെ ശരിയായിട്ടില്ല. പക്ഷെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ, ഓക്സും കണക്ട് ചെയ്ത് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് പിടിക്കട്ടെ. അപ്പൊ എത്ര കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ എന്റെ ഐഫോണിന്റെ ഒരു കവർ,
പിന്നെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെയാണ് നമ്മുടെ എല്ലാ പവറിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇവിടെ ആയിട്ട് ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, ഇരിക്കുന്നുണ്ടോ? സബ്രോണിക്സിന്റെ ബൂഫറാണ് ഇത്. ഇയാൾ ഇവിടെ ഒളിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന ബൂഫർ നമ്മുടെ ഹോം തിയേറ്ററിന്റെ ബൂഫർ, സോണിയുടെ. ഇത് രണ്ടെണ്ണം അടുത്തടുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയാം. ബൂം ബൂം അടിക്കുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് ഉണ്ടാക്കും. പിന്നെ കണ്ട് ഇവിടെ ഭയങ്കര വയറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, ഇവിടെ കുറെ വയറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ പോയേക്കും. ഈ വയറിന്റെ കാര്യത്തിലാണ് കുറച്ച് ടാസ്ക്, കൺഫ്യൂഷൻ വരും എവിടെ നിന്നൊക്കെയാണ് കണക്ട് ചെയ്തത് അങ്ങനെയൊക്കെ. കഴിച്ച് നോക്കൂ, ഞാൻ ബൂഫർ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബൂഫറിന്റെ അകത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് ഓടിപ്പോയി. കാണിച്ചാൽ എന്ത് ചെയ്തു? ഇതൊരു പഴയ ടേബിളാണ്, എന്റെ ഡാഡിയുടെ ലൈബ്രറിയിലൊക്കെ കിടന്ന ഒരു പഴയ ടേബിളാണിത്. അപ്പോൾ ഇത് ഞങ്ങള് ഇതിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കി എടുത്തതാണ്. ആ ഒരു ലുക്കായി കുറച്ച് നാളെ ഇതിനെ ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ തന്നെ കീറി പറഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്റ്റിക്കർ. ഇതൊന്നും തുറക്കണം, ഇതിനകത്ത് പിടിയൊന്നുമില്ല, അതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെയൊക്കെയാണ് തുറക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പഴയ മൗസ് ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് കാണിച്ചതാണ്. എന്നിട്ട് ഗൈസ് നോക്കുക, എന്റെ പഴയ ഐഫോണിന്റെ കവറൊക്കെ. ഞാൻ ഭയങ്കരമായിട്ട് കവർ വയ്ക്കുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാണ്ട്. ഐഫോണിന്റെ നല്ല പുതുപുത്തൻ കവറുകളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കണ്ടോ? ഐഫോൺ 13ന്റെ കവർ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വല്ല ഐഫോൺ 13 വല്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ ഈ കവറൊക്കെ അയച്ചു തരാം. ഇതിന്റെ പേരെന്തായിരുന്നു? പ്ലെയർ. പ്ലെയർ ഇരിപ്പുണ്ട്. പിന്നെ കൈസ് നോക്കൂ, വെട്ടാത്ത കുറച്ച് പെൻസിലുകളൊക്കെ ഇരിപ്പുണ്ട്. ഈ പെട്ടിക്കകത്തൊക്കെ എന്തൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്ന ഒരു പ്ലേസ് ആണ് ഇത്. നിങ്ങൾ എല്ലാവരുടെയും ഒരു ടേബിളിനകത്ത് കാണും. പിന്നെ അതായത് ചെറിയൊരു വൈഡ് ലെൻസ് ഉണ്ട്. ഇത് ഞങ്ങൾ പണ്ടൊരു മൈക്രോമാക്സിന്റെ ഫോൺ വാങ്ങിച്ചായിരുന്നു, അതിന്റെ കൂടെ കിട്ടിയതാണ് വൈഡ് ലെൻസ്. ഇത് വെച്ചാണ് ഞാൻ ഇവിടെ എല്ലാം തുടയ്ക്കാൻ പോകുന്നത്. ആദ്യമേ തുടപ്പ് പരിപാടികളൊക്കെയാണ്. ഇത് വെച്ച് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ മാറ്റിയെടുക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഹോം തിയേറ്ററിന്റെ സ്ട്രീമിംഗ് ബോക്സ്. ഇത് കൊച്ചു സാധനമാണ്, MI ബോക്സ് 4K. ഇപ്പൊ ഈ സാധനം മാർക്കറ്റിൽ ഇല്ല, ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഒന്നും കാണാനില്ല, റയറാണ്. പിന്നെ ഇതിന്റെ ഒരു പുതിയൊരു മോഡൽ വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇതിലോട്ട് വന്നിട്ടില്ല. ഇത് കയ്യിലുള്ളവർക്ക് ഒരു ഭാഗ്യമാണ് ഗൈസ്. ഒപ്റ്റിക്കൽ ഔട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സാധനമായിരുന്നു, കിട്ടുന്ന സാധനമായിരുന്നു. ഓക്കെ, അപ്പൊ ടേബിളൊക്കെ ഒന്ന് പൊടിയൊക്കെ എടുത്ത് മാറ്റി എല്ലാം ഒന്ന് ശരിയാക്കി. അപ്പൊ ഇത്രയും ചെയ്തത്തേക്ക് വിശക്കുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഉച്ച സമയത്താണ് ഇത് ചെയ്തോണ്ടിരുന്നത്. പോയി ചോറ് കഴിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഊണ്. പപ്പടം ഉണ്ട്, മത്തി ഫ്രൈ, തോരൻ, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് റോസ്റ്റ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിച്ച് സെറ്റ് ആയിട്ട് ഞാൻ പോയി ബാക്കി പണി ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. ചോറൊക്കെ കഴിച്ചു, എനർജി ആയിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ട് കിടന്ന് ഉറങ്ങാനും തോന്നുന്നുണ്ട് ഉച്ചയൊക്കെ. പിന്നെ മഴയൊക്കെ പോയി. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ ടേബിൾ ഫുള്ള് ഞാൻ തുടച്ചു, പൊടിയൊക്കെ മാറ്റി ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഒരു ആളാണ് ഇവൻ, ഇവിടെ ക്യാപ്റ്റസ്. ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ ആടുമായിരുന്നു. അപ്പൊ ഇത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്തുവാ, ഇത് ഞാൻ ഇന്നലെ തൊണ്ടവേനൊക്കെ വാങ്ങിച്ച സ്റ്റെപ്സ് ആണ്. പിന്നെ എന്റെ ചീപ്പുണ്ട്, പിന്നെ വിക്സ് ഉണ്ട്, ഇത് ഇന്നലെ വാങ്ങിച്ചതാണ് മൂക്കടപ്പ്. പിന്നെ ഇതെന്തുവാ, ഇതിന്റെ ഒരു സെന്റ് ഉണ്ട്. ഇത് പിന്നെ ഐഫോണിന്റെ ബോക്സ്, ഇതിന്റെ ഇയർപോഡ്സ്, ഓപ്പോ എൻകോ W11ന്റെ ഒരു അടിപൊളി സാധനമാണ്. ഇത് ഞാൻ 4 വർഷമായിട്ട് യൂസ് ചെയ്യുവാണ്, വേറെ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കൂളിംഗ് ഗ്ലാസ്. പിന്നെ ഇത് ഒരു പഴയ ഫോണാണ്. ഈ ഫോൺ എന്ന് പറയുന്നത് ഞാൻ പണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇത് ഫോണാണ്. അവിടെ കണ്ടിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ടാണ്. ഇപ്പോഴും ഇതാ വർക്കിംഗ് ആണ്. ഓപ്പോടെ എന്റെ കൈസ് ഇപ്പോഴും അടിപൊളി വർക്കിംഗ് ആണ്. വൈഫൈ ഒക്കെ കണക്ട് ആവും. ചാർജ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ടാണ്. ഇപ്പൊ 40% നിൽക്കുക കണ്ടാ. പിന്നെ പേനയും കാര്യങ്ങളും വീണ്ടും ഒരു മരുന്നിരിക്കുന്നു. ചെവിയുടെ മൂക്കിന്റെ ഒക്കെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന്റെ ചെവിയുടെ മൂക്കിന്റെ മരുന്നൊക്കെ അവിടെ ഇരിക്കും. പിന്നെ ഇവിടെ ഒരു മീൻ കിടക്കുന്നത്, അവിടെ ഒരു കൊച്ചു കിടക്കുന്നുണ്ട്, അവന്റെ ആണത്. പിന്നെ ഇതിന്റെ അടിയിലായിട്ട് ഒരു പേപ്പർ കവർ. അപ്പൊ ഇതൊക്കെ ഇവിടെ ഇരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. ഇനി ഗൈസ് ഇനി ചെയ്യാൻ പോകുന്നത് എല്ലാം അടുക്കി വെക്കാൻ പോവുകയാണ്. പിന്നെ ഇതൊരു ലൈറ്റ് വാടേ. ഗൈസ് ഇതൊരു മോഷൻ ലൈറ്റ് ആണ്, ഇടയ്ക്ക് ഓഫ് ആയി പോകും. പിന്നെ നമ്മുടെ അലക്സ ഇവിടെ ഇരിപ്പുണ്ട്. അലക്സ, Good afternoon. പിന്നെ ഹാപ്പി ടേസ്റ്റേ. സോ ഗൈസ് അലക്സയിൽ എന്തോ നോട്ടിഫിക്കേഷൻ വന്ന് നടക്കുന്നുണ്ട്. പിന്നെ ഇരിക്കുന്നുണ്ട് അലക്സയുടെ അടുത്ത് അംബിപൂർ റൂം ഫ്രഷ്നർ ഇവിടെ ഇരുന്ന് കാണിച്ചാണ്. ഇതിന് എല്ലാം തീർന്നു പോയി. നമ്മുടെ വൈഫൈ, പിന്നെ നമ്മുടെ ജൂപ്പിറ്ററിന്റെ നിയൺ ലൈറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഹോം തിയേറ്റർ സെക്ഷൻ ആയത്, അങ്ങോട്ട് നമ്മൾ നോക്കുന്നില്ല. ഈ സ്പീക്കറിന്റെ ഇവിടെ ഇങ്ങനെ പൊടി ഉണ്ടാണ്ട് ഈ ബൂഫറിന്റെ ഇവിടെ. ഇത് ഞാൻ കഴിഞ്ഞ മാസം തുടച്ചതാ, വീണ്ടും പൊടിയായി. അപ്പോൾ ഇത് നമ്മുടെ സബ്രോണിക്സിന്റെ ബൂഫർ ഞാൻ ഒന്ന് തുടച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് സൗണ്ട് ബാർ എല്ലാം ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യും. സുഹൃത്തുക്കളെ, ഈ ഒരു സ്പീക്കർ കണ്ടാ, ഇത് ഞങ്ങൾ പണ്ട് കുറെ യൂസ് ചെയ്ത സ്പീക്കറാണ്. ഇതിപ്പോ അനങ്ങാതിരിക്കുക. ഇത് ചെറിയ സാധനമാണ്, കാണാനൊക്കെ നല്ല രസമാണ്. സൂക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്, സെബ്രോണിക്സ് അല്ല, ഇസഡ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് സെബ്രോണിക്സിന്റെ പഴയ പേരാണെന്ന് തോന്നുന്നു. ഇത് എന്റെ പണ്ടത്തെ ചില വീഡിയോസിലൊക്കെ
നിങ്ങൾ കണ്ടു കാണും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും കാണിക്കാം. ഞാൻ എന്തായാലും ഇത് ഫുൾ സെറ്റ് ചെയ്യാനൊന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് കൂടും. ഇപ്പൊ തന്നെ ലെങ്ത് കൂടി കാണും. ഞാൻ പനിയായിട്ട് ആശുപത്രി വരെ പോയത് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്കിപ്പ് അടിക്കുകയാണ്. ഞാൻ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. അലക്സ പ്ലേ NCS മ്യൂസിക്. അപ്പൊ ഞാൻ മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു എനർജി ആയിട്ട് ആ ഒരു മൂഡിൽ അങ്ങ് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. മ്യൂസിക് വന്നാലേ എനിക്ക് ഒരു ഇത് വരത്തുള്ളൂ. അലക്സയ്ക്ക് അങ്ങനെ മ്യൂസിക് ഒന്നും എടുത്തില്ല, അതിനെ കൊണ്ടൊന്ന് പാടിപ്പിച്ചതാണ്. അടിപൊളി മ്യൂസിക് കേട്ടോ, NCSന്റെ പുതിയതാണെന്ന് തോന്നുന്നു. കേട്ടോ, നല്ല സ്പീക്കർ ക്വാളിറ്റി കേട്ടോ അലക്സയ്ക്ക്. നല്ല ബേസ് ഒക്കെ ഉണ്ട്, സൂപ്പർ സ്പീക്കറാ. നോക്കൂ, സബ് ഊഫർ ഉണ്ടാ, അടിപൊളി ബാസ് വരുന്ന കേട്ടോ. അതിനകത്ത് ഇങ്ങോട്ട് കളിച്ചു കൊടുക്കാം. നമ്മുടെ റൂമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഗൈസ് ബ്രോ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഡാ കുക്കു വാ, നോക്കി എങ്ങനെയുണ്ട്? ഇത്രയും മാറി എന്താ എങ്ങനെയുണ്ട്? എല്ലാം ഇപ്പൊ ഒരു ക്ലീൻ ആയില്ലേ? പിന്നെ അല്ല. ഓ ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അപ്പൊ ഒരു സ്പീക്കറും കൂടി എടുത്തു വെച്ച്, പിന്നെ ഇവിടെ ഒരു സ്പീക്കർ കൂടെ എടുത്തു വെച്ച്, ഇതിൽ ലൈറ്റ് കളറിന് വേണ്ടി എടുത്ത് വെച്ചാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഔട്ട്പുട്ട്? കണ്ടില്ലേ ഗൈസ്? ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഫുൾ സെറ്റപ്പ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം പഴയ പോലെ ആക്കിയിട്ടുണ്ട്. അല്ല, പഴയതിനെ കാട്ടി നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ സ്ക്രീനും കൂടി ഓണാക്കി വെച്ചിട്ടുണ്ട്. പ്രൊജക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ പ്രൊജക്ടറിൽ നമ്മൾ ഇവിടെ നമ്മൾ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഗെയിമിംഗ് ലുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്നുള്ള ഒരു പരിപാടി ആയിരുന്നത്. 2.5 മണിക്കൂറും കൊണ്ട് ചെയ്യുമായിരുന്നു എല്ലാം. ഒരു സിനിമ കണ്ട് തീരുന്ന സമയം കൊണ്ട് ഇത്രയും പരിപാടിയെല്ലാം ചെയ്തു. ഓക്കെ, അപ്പൊ ഫൈനലി ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അപ്പൊ നമുക്ക് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ലൈറ്റിന്റെ ഇവിടുത്തെ ഫുൾ ആംബിയൻസ് തന്നെ മാറ്റിയേക്കുവാണ്. ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് ആയിട്ട് അലക്സയുടെ പാട്ട് കേട്ടോണ്ടാണ് ഇത്ര നേരം കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത്. നമ്മുടെ സബ്രോണീസ് സൗണ്ട് ബാർ ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ് ഊഫർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് പാട്ടിട്ട് നോക്കാം. മ്യൂസിക്കിനനുസരിച്ച് നമ്മുടെ പാർട്ടി സ്പീക്കർ ആവുന്നുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അലക്സ ഓക്കെ, അപ്പൊ നമ്മുടെ റൂമില് വൈറ്റ് ലൈറ്റോടെ ഇട്ടുകൊണ്ട് വീഡിയോ തീർക്കാന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് ഇരുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം. സിമ്പിൾ സെറ്റപ്പ് ആണ്, വളരെ ഭയങ്കര സംഭവമൊന്നും അല്ല ഗൈസ്. ഇത് നമ്മുടെ കയ്യിലിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളോടെ വെച്ച് ഇങ്ങനെ ഒരു ഔട്ട് നമുക്ക് കിട്ടി. അടിപൊളിയാണ്. അപ്പൊ എന്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പൊ എന്റെ സ്റ്റുഡിയോ സെറ്റപ്പ് കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത്, ഇതൊന്നും അല്ല, ഇനി ഇതിലും കുറെ കാര്യങ്ങളും പരിപാടികളൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോഴും. വേറെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല. സോ ഗൈസ് വേണം, അതുകൊണ്ടാണ് ഞാൻ എല്ലാം റെഡിയാക്കി. പിന്നെ ഞാൻ ക്ലീൻ ചെയ്തോണ്ടിരുന്നപ്പോ വീഡിയോ എടുത്തു തന്നത് ഡാഡിയാണ്. അനിയൻ ട്യൂഷന് പോയിട്ട് വന്ന് കണ്ടപ്പോൾ അവനും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, എന്നിട്ട് കമന്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ആക്ഷൻ ഡ്യൂഡ്. എന്റെ പേര് രാഹുൽ മനോജ്. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. സോ ഗൈസ്, അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ. ഓക്കെ, അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നേരെ എഡിറ്റിംഗിലേക്ക് പോവുകയാണ്. നിങ്ങൾ ചിലവരൊക്കെ ചോദിച്ചാൽ പ്രോ ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത്? ഞാൻ വേറെ ഒന്നിലുമല്ല, CapCut പീസിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ പ്രോ അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ CapCut തന്നെയാണ്. ഓക്കെ, നീ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ.